ഇന്ന് നമുക്ക് കുറച്ച് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയാലോ. ആദ്യമായിട്ട് തന്നെ നമുക്ക് കുറച്ച് കട്ടിങ്സൊക്കെ വേണം. ഞാൻ ഓരോരോ പഴയ ബുക്കിൽ നിന്നൊക്കെ കട്ടിങ്സൊക്കെ പറിച്ചെടുത്തിരുന്നു. ഇനി നമുക്ക് പാറ്റേൺ പേപ്പർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആദ്യമായിട്ടൊരു A4 കഷ്ണം എടുത്തിട്ട് പിന്നെ ബ്രൗൺ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ വര വരച്ചു. വരെ വരച്ചു. നമ്മുടെ കഴിഞ്ഞ ജേർണൽ സപ്ലൈസ് മേക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക. നമ്മൾ ഒരു ജേർണൽ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നിങ്ങളെ പേര് വെച്ചിട്ട് നമുക്ക് ജേർണൽ ചെയ്യാം. നമുക്ക് എത്രത്തോളം കമൻറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ 5 കുട്ടികളുടെ പേരാണ് ഞാനിവിടെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ കുട്ടികളെ വെച്ച് ഞാൻ ജേർണൽ ചെയ്തിട്ട് എന്നിട്ട് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നെയിമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന 5 പേരെയാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കുക. ഇനി നമുക്കിതാ ഇങ്ങനെ ഓറഞ്ച് ലൈൻസ് ഇങ്ങനെ വരയ്ക്കാം. അതിൻ്റെ ഇടയിലായിട്ട് പിന്നെ അങ്ങോട്ടും വരയ്ക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ പേപ്പറൊക്കെയാണ്. ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് എൻ്റെ ജേർണൽ ബുക്കൊക്കെ ചെയ്യാറ്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിരുന്നു, അതുപോലെ നോക്കി ചെയ്തതാണ്. പക്ഷെ അതുപോലെ ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഈ പാറ്റേൺ പേപ്പർ ഇങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ പേപ്പർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാണ് നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഓരോരോ സർക്കിൾസ് അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള പാറ്റേൺ പേപ്പറാണ്. അത്രക്കും പണി എടുക്കൊന്നും വേണ്ട. നമുക്കാകെ ഓറഞ്ച് സ്കെച്ചും ഗ്രീൻ സ്കെച്ചും മാത്രം മതി ഇതിന്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മളൊരു ഓറഞ്ചിൻ്റെ ഒരു ഡിസൈനായിട്ടുള്ള പാറ്റേൺ പേപ്പറാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ വരച്ചു. നമുക്കിതിനെ ലീഫും കൂടെ വരച്ചത് നമ്മുടെ ഓറഞ്ച് കൊണ്ടുള്ളത് കാണുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഹാർട്ടൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ലോട്ടസ് വരച്ചിട്ട് ഐ എം കൈൻഡ് ആൻഡ് കമ്മിങ് എഴുതിയിട്ട് ഞാനിതാ അവിടെ ലോട്ടസ് വരച്ചിട്ട് അതിന് ഒരു ഓറഞ്ച് കളറ് കൊടുത്തു. ഇത് ഫിനിഷ്. അങ്ങനെ ഞാൻ 4 എണ്ണമാണ് ഉണ്ടാക്കിയത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ മടക്കി എടുക്കുക. ഇങ്ങോട്ടും മടക്കുക.
എന്നിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോട്ട്സ് ചെയ്താലുള്ള കുറച്ച് സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ പിങ്ക്, ഒരു സ്ട്രോബെറി വരച്ചിട്ടും, ബ്രിഞ്ചാട്, പിന്നെ ഓറഞ്ച്, പിന്നെ ബനാന. ഇത്രയും നോട്ട്സാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കില്ല. ഇപ്പോൾ 4 എണ്ണമാണ്